ചെലില മൗലിയിൽ പീലി ചാർത്തി, കൊരുന്ന നെറ്റിയിൽ ഗോപി ചാർത്തി, ചെന്തമരയിതൾ കണ്ണിനേറ്റം, ചന്തം കലർത്തും മഷിയെഴുതി, ഉൾപ്പുവിലാനന്ദം ഏകി വാഴും എൽപ്പുവിനൊത്തൊരു നാസയേന്തി, തൊണ്ടിപ്പഴത്തിനു നാണമേകും ചുണ്ടിൻ്റെ മാധുര്യം എങ്ങും വീശി, കന്നങ്ങളിലുള്ള കുണ്ടലങ്ങൾ ഗണ്ഡതലങ്ങളിൽ മിന്നലാർന്നു, ആരാധ്യാഭരണങ്ങളേന്തി മാറിന്നു ശോഭയിരട്ടിയാക്കി, ചെമ്മട്ടി കോലു വലതു കൈയിൽ, ചെമ്മെ കടിഞ്ഞാണിടതു കൈയിൽ, മഞ്ഞപ്പട്ടങ്ങു നൊരിഞ്ഞൊടുത്തു സിഞ്ചിതനാദത്തിൽ നിന്നു കൃഷ്ണൻ, തേരിൽ വികാരമായി നിന്നിരുന്ന വീരനമർജുനൻ ഏവമോദി, ഭക്തപ്രിയ കരുണാംബുരാശേ, വക്തവ്യമല്ലാത്ത വൈഭവമേ, യുദ്ധക്കളത്തിൽ ഒരുങ്ങി നിൽക്കും ബന്ധുക്കളെ ഒന്നു കാട്ടിടേണം എന്നതു കേട്ടുടൻ കൃഷ്ണനപ്പോൾ മുന്നോട്ടു തേരിനെ കൊണ്ടു നീർത്തി, അയ്യോ ഭഗവാനെ എൻ്റെ കൃഷ്ണ, വയ്യേ ബന്ധുക്കളെ കൊല്ലുവാനോ, ബന്ധുക്കളെ കൊന്നു രാജ്യമാണോ, എന്തിനു സൗഖ്യമുയർത്തിടാനോ, ഏവം കഥിച്ച ധനുഞ്ജയന് ഭാവം പകർന്നതു കണ്ട നേരം, ഭാവജ്ഞനാം ഭഗവാൻ മുകുന്ദൻ ഇവണ്ണം മോദിനാൻ സാവധാനം, ഇല്ലാത്തതുണ്ടാകയില്ലയല്ലോ, ഇല്ലാതെ പോവുകയുള്ളതൊന്നും ദേഹിക്കു നാശം ഉണ്ടാവതില്ല, ദേഹം നശിച്ചിടും എന്നെന്നാലും ആരെയും ആത്മാവു കൊല്ലുകില്ല, ആരാലും കൊല്ലപ്പെടുകയില്ല, ആത്മാനെ അഗ്നി ദഹിപ്പിക്കില്ല, ആത്മാവലിഞ്ഞു പോകുന്നതല്ല, വസ്ത്രം പഴയതുപേക്ഷിച്ചിട്ട് പുത്തൻ ധരിപ്പതുപോലെയത്രേ, ജീർണിച്ച ദേഹം ത്യജിച്ചു ദേഹി പൂർണ്ണം ധരിക്കുന്നു വേറെ ദേഹം, ആത്മജനിച്ചു മരിക്കുമെന്നാൽ ആത്മാവിൽ നീ കരുതുന്നുവെങ്കിൽ, തിണ്ണം ജനിച്ചവൻ ചാകുമെന്നും തിണ്ണം മരിച്ചവൻ ജാതനെന്നും നന്നായി അറിഞ്ഞു നീ ദുഃഖിയാതെ, നന്നായി സ്വധർമ്മം അറിഞ്ഞു ചെയ്യുക, സംശയം ഒന്നിനും വെച്ചിടാതെ, സംശയം കൂടാതെ ചെയ്യുകയെന്നും, കർമ്മം ചെയ്യാനധികാരിണീയ കർമ്മബലമതിലോത്തിടല്ലേ, കർമ്മഫലത്തിനു ഹേതുവായോ കർമ്മം ചെയ്യാതെയോ വാണിടല്ലേ, പുണ്യപാപങ്ങളുപേക്ഷിച്ചിട്ട് തുല്യബുദ്ധിയോടെ വാണിടേണം, പത്തിന്ദ്രിയങ്ങളും കീഴടക്കി ഒത്ത മനസ്സു ഏകാഗ്രമാക്കി, കർമ്മബലത്തിനു മോഹിയാതെ കർമ്മങ്ങൾ ചെയ്യുക ഈശാർപ്പണമായി. ഇങ്ങനെ ഓരോരോ തത്വമോദി ഭംഗിയിൽ പാർത്തനെ ബുദ്ധനാക്കി, വിശ്വാസം കൂടുവാൻ ദേവദേവൻ വിശ്വരൂപം കാട്ടി നിന്നു തേരിൽ, എല്ലാത്തിലും എല്ലാം ഞാനാണെന്നും എല്ലാം എന്നിലെന്നും കണ്ടിടേണം, നൂലിൽ മണികൾ പോലെന്നിലെല്ലാം ചേലിൽ കോത്തുള്ളതാണോർത്തിടേണം, സാക്ഷാൽ പരമാർത്ഥ തത്വമേവും പാർത്തൻ ഭഗവാങ്കൽ നിന്നറിഞ്ഞു,
ഏറ്റമുണർവോടെ ഭാരതൻ താൻ ഏറ്റു സ്വധർമ്മം നടത്തിക്കൊണ്ടാൻ ദുര്യോധനാദി ശത്രുക്കളെയും നിഗ്രഹം ചെയ്തു ജയിച്ചു കൊണ്ടാൻ. ഒന്നു ശ്രമം ചെയ്ത നേരം ദൈവം നന്നായി സഹായിച്ചു പൂർണ്ണമാക്കി. എങ്ങു യോഗേശ്വരൻ കൃഷ്ണനുണ്ടോ, എങ്ങു ധനുർധനൻ പാർത്തനുണ്ടോ, അങ്ങു വിജയ ശ്രീമംഗളങ്ങൾ തങ്ങും ഈ മന്ത്രം ജപിച്ചുകൊണ്ടാൽ ശ്രീമദ് ഭഗവാന്റെ ഗീതവേദം ലേശം വിടാതെ പഠിച്ചുകൊള്ളിൻ. ഗീത പഠിക്കുന്ന വീട്ടിലെല്ലാം ശ്രീദേവി വന്നു വിളങ്ങി കാണാം. ഗീതപാഠം ചൊല്ലി കേട്ടു വന്നാൽ ബോധമുണ്ടായിടും വൃക്ഷങ്ങൾക്കും സർവചരാചരങ്ങൾക്കതിനാൽ സർവത്ര മംഗളം വന്നിടട്ടെ.